മോനെ തങ്കച്ച, നീ വീട്ടിലോട്ടൊന്ന് ചെല്ലും മോനെ. ചെന്ന് ചോറും ചെല്ലും മോനെ. മോളെ ഊണ് കഴിച്ചു. മോൾ ഇന്നലെ ഒന്നും കഴിച്ചതല്ലല്ലോ. ദൈവമേ, ഞാൻ എന്ത് ചെയ്യും റാഹേലേ? നമ്മൾ എത്ര കരഞ്ഞു ദുഃഖിച്ചാലും കർത്താവിൽ നിദ്ര പ്രാപിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ ഒക്കും തങ്കച്ചൻ്റെ അമ്മച്ചി. ഊണ് കഴിക്കും. ഇങ്ങനെ വിശന്നിരുന്ന വല്ല സൂക്കേടും പിടിക്കും. തങ്കച്ച, തങ്കച്ച, എന്റെ കൊച്ചുങ്ങൾ അനാഥരായിപ്പോയല്ലോ റാഹേലേ. അതിനിങ്ങനെ കരഞ്ഞാലോ? അനാഥർക്ക് ദൈവം കൊണ്ട് ചേട്ടത്തി തോന്നാം. ചേട്ടത്തി ഊണ് കഴിക്കും. വരൂ തങ്കച്ച, ഇരുന്ന് ഊണ് കഴിക്കും. ഊണ് കഴിക്കും തങ്കച്ച. എനിക്ക് വിശപ്പില്ല തങ്കമ്മേ. ഇനി ഒരിക്കലും വിശക്കില്ലേ. ഇങ്ങനെ എത്ര ദിവസമായിരിക്കും. കഴിക്കൂ. ഇത്ര തന്റെ ഇടമില്ലാതെ ആയല്ലോ. തങ്കച്ചനൊരാണല്ലേ. മോനെ, നീ പള്ളിക്കൂടത്തിലേക്കാണോ? എന്താ അമ്മ അങ്ങനെ ചോദിക്കുന്നത്? നീ പോയാൽ എങ്ങനെയാ നമുക്ക് ആ വല്യപുരക്കിലെ ഉപ്പാപ്പനെ ഒന്ന് കാണാൻ പോകണ്ടായോ? അതെല്ലാം പള്ളിക്കൂടം ഇല്ലാത്ത ദിവസം പോകാം. തങ്കച്ച, നിനക്കിനി അപ്പനുള്ളപ്പോഴത്തെ പോലെ നടക്കാൻ ഒക്കുമോ? നീ പഠിക്കാൻ പോയാലും ഇനി നീയാണ് മോനെ ഈ കുടുംബത്തിന്റെ തൂണ്. അല്ല, ഉപ്പാപ്പനും കയറി ഇരുന്നാട്ട് ഉപ്പാപ്പ. പിന്നെ എങ്ങനെയിരിക്കുന്നു കാര്യങ്ങളൊക്കെ? കാര്യങ്ങളെല്ലാം ഉപ്പാപ്പൻ അറിയാമല്ലോ. എനിക്കൊന്നും നിശ്ചയമില്ല ഇവിടുത്തെ കാര്യങ്ങൾ. കുറച്ച് കാപ്പി അനത്തിട്ടു. എന്നാ മുറുക്കിയാട്ടെ. ചേട്ടൻ ഇങ്ങ് വന്നല്ലോ, അതേതായാലും നന്നായി. ഭാഗ്യത്തിന് ഉപ്പാപ്പൻ ഇങ്ങ് വന്നു. ഇവരങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അവിടെ വന്ന് ചേട്ടനോട് ഇവിടുത്തെ കാര്യമെല്ലാം ഒന്ന് സംസാരിക്കാൻ. എന്നോട് എന്തുവാ സംസാരിക്കാൻ? എനിക്കൊന്നും അറിഞ്ഞുകൂടും ഉപ്പാപ്പ. കടക്കാരെ കൊണ്ട് ഇരിക്കപ്പുറത്തി ഇല്ലാതായി. ഞാൻ എന്ത് ചെയ്യും? കടക്കാർ പിന്നെ അവിടെ ചക്രം തിരിച്ചു ചോദിക്കത്തില്ല. അപ്പൊ ഞാൻ വന്നും തെറ്റായിപ്പോയി. ഞാൻ എന്റെ അളവാറിന്റെ കാര്യത്തെ പറ്റി പറയാനാവുന്നത്. ഉപ്പാപ്പന് തരാനുള്ളതെങ്കിലും ഇളവ് ചെയ്ത് തരണേ. എനിക്ക് വെള്ളപ്പൊക്കത്തിനൊഴുകി വന്ന് കിട്ടിയ പണമല്ല. അത് കൊള്ളാം. ഇവർക്ക് ഈ ആപത്ത് സമയത്ത് ചേട്ടനല്ലാതെ മറ്റാരാണ്ട് സഹായത്തിനുള്ളത്? ചേട്ടൻ ഈ കുടുംബം ഒന്ന് നോക്കിയെടുത്ത് കൊടുക്കണം. എനിക്ക് വേറെ തൊഴിലൊന്നുമില്ലല്ലോ. വല്ലവന്റെ കുടുംബം നടത്താൻ. ഞങ്ങൾ അന്യരല്ലല്ലോ ഉപ്പാപ്പ. ഈ കുടുംബം നശിച്ചു കാണുന്നത് ഇഷ്ടമാണോ? ഞാനും എന്റെ പിള്ളേരും വര്യാധാരമായി തെണ്ടുന്നത് മാനമാണോ? അമ്മച്ചി എന്തിനിങ്ങനെ കിടന്ന് കെഞ്ചുന്നു? നമുക്കാരുടെയും കാല് പിടിക്കാറായിട്ടില്ല. അതെ, ഇതൊന്നും നശിക്കാനില്ല. ഇവന്റെ അപ്പൻ ആളെ പറ്റിക്കുന്ന പറയാ കയ്യിലുണ്ട്. അവര് നെറുകെട്ടവരായിരുന്നു. ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാമോ? മര്യാദയായിട്ട് സംസാരിക്കണം. ഗുരുത്വദോഷം പറയാതെടാ, നിന്റെ ഉപ്പാപ്പനാണിത്. അതുകൊണ്ട് എന്റെ അപ്പനെ പറ്റി എന്തും പറയാമോ? ഒരു കാശ് വച്ചു തരണ്ട. അപ്പൻ ഉണ്ടാക്കിയ മുതലാണ്, അപ്പൻ വരുത്തി വെച്ച കടവുമാണ്. മുഴുവൻ ഈടാക്കിക്കൊള്ളണം. പക്ഷേ എന്റെ അപ്പച്ചനെ പറ്റി അനാവശ്യം വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, ഉപ്പാപ്പനാണെന്നും ഞാൻ വിചാരിക്കില്ല. ഞാനൊന്നും പറയാനും പറയിക്കാനുള്ള വരുന്നില്ല. എന്റെ മര്യാദ കൊണ്ട് ഞാൻ അവിടെ വന്നു. ഞാൻ പോകുക. ചേട്ടൻ ഇവരെ ദ്രോഹിക്കരുത്. ദൈവത്തെ മറന്നൊന്നും പ്രവർത്തിക്കരുത്. നിങ്ങൾ എന്തിനാകുമോ ഇവിടെ വക്കാലത്ത് പിടിക്കാൻ വരുന്നത്? ഞാൻ നല്ലപോലെ അധ്വാനിച്ചിട്ടാക്കി പോരാ. അത് വേണം വെക്കാൻ ഞാൻ തയ്യാറില്ല. ചേട്ടാ ഒന്ന് നിന്നെ. സാറേ, എനിക്കെന്റെ സങ്കടം പറയാൻ മറ്റാരുമില്ല. സാർ അന്യനാട്ടിൽ നിന്ന് വന്നതാണെങ്കിലും ഞങ്ങൾക്ക് അന്യനല്ല. ഞങ്ങളും അങ്ങനെ തന്നെയാ കരുതിയിരിക്കുന്നത്. നാളെയും മറിച്ചാകരുതെന്നേ വിചാരമുള്ളൂ. എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്തൊക്കെ വിറ്റിട്ടായാലും ശരി, ഈ കടങ്ങളൊക്കെ ഒന്ന് തീർത്തു തരണം. എനിക്ക് സ്വൈരം കിട്ടിയാൽ മതി സാറ്. വിഷമിക്കാതെ ചേട്ടത്തി. ദുഃഖിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും സഹായത്തിന് ദൈവമുണ്ട്. നമുക്കെല്ലാം ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാം. സമാധാനപ്പെടരുത്. എല്ലാം പോട്ടെ. കിടപ്പാടമെങ്കിലും കടമൊഴിഞ്ഞു കിട്ടിയില്ല. പട്ടിണിയാണെങ്കിലും സ്വൈരമുണ്ടാകുമല്ലോ. പിതാവേ,
അതൊക്കെ ഞാൻ നോക്കാം. വന്നതെല്ലാം വന്നു. തങ്കച്ചൻ നാളെ തന്നെ പോയി ആ ജോലിക്കൊന്ന് ശ്രമിക്കണം. ഞാൻ നാളെ തന്നെ പോകുന്നു. ആ ശരി. തങ്കച്ച, എങ്ങോട്ടാ യാത്ര? തോട്ടത്തിലൊരു ജോലി അന്വേഷിച്ച് പോവുകയാണ്. അമ്മയുടെ ഒരു ആങ്ങള ഉണ്ട് അവിടെ. എന്തെങ്കിലും ജോലി വാങ്ങി തരാതിരിക്കേ. എന്നാലും എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. എങ്കിലും ഞാൻ പറയാഞ്ഞത് എന്റെ വിഷമം കൊണ്ടാണ് തങ്കമ്മ. വണ്ടിക്കൂലി കാശുണ്ടോ? ഉണ്ടല്ലോ. ഇതാ, ഇതിരിക്കട്ടെ. അപ്പച്ചൻ പുസ്തകം മേടിക്കാൻ തന്നതാ. അത് ഞാൻ പിന്നെ മേടിച്ചോളാം. വേണ്ട തങ്കമ്മ. ഓ, വലിയ അന്തസ്സൊന്നും വേണ്ട. ഇതാരാണെന്നറിയാമോ? തങ്കച്ചന്റെ പ്രിയപ്പെട്ട തങ്കമ്മയാണ്. അതെ. ആ, അപ്പൊ എനിക്ക് കുറച്ച് അധികാരമൊക്കെ ഉണ്ട്. കുറച്ചല്ല, സകല അധികാരവും തന്നിരിക്കുന്നു. എഴുത്തയക്കണം. ശമ്പളം കിട്ടിയാൽ അന്ന് തന്നെ തങ്കച്ചന്റെ അമ്മച്ചിക്ക് പണം വയ്ക്കണം. മനസ്സിലായോ? മനസ്സിലായി. തങ്കച്ച, ഒരു കാര്യം കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാ. എന്താ അത്? ഓ, ഞാൻ ഉറക്കത്തിലും തങ്കമ്മയെ സ്വപ്നം കാണണമെന്ന് അല്ലേ? ഓ, തീർച്ചയായും. ഉണർന്നിരിക്കുമ്പോൾ ഈ പാവപ്പെട്ട തങ്കമ്മയെ ഓർമ്മിക്കും തങ്കമ്മ. കരീറ്റേ, നമ്മൾ ഉടനെ തന്നെ പട്ടാളത്തിൽ പോവും. ഇപ്പൊ നമ്മളെ തടി നന്നായിട്ടുണ്ടാ? ഉണ്ട്, നന്നായിട്ടുണ്ട്. ഇതിന് പറ്റുന്ന മുട്ട എന്തിയെന്ന്? മുട്ടയാ? ആ, കോയിന്റെ മുട്ട. ആ, ഞാൻ കണ്ട. ഞമ്മള് കോയിനെ തന്നെ കണ്ടിട്ട് 4 മാസം കഴിഞ്ഞു. പടച്ചോ എനിക്കറിയാം. ആ, പിന്നെ കരീഷേ, നീ ഇപ്പൊ അടുക്കളയിലോട്ട് പോണില്ലേ? ഇല്ല. ആ, ചുമ്മാ ഒന്ന് പോന്ന്. ഇപ്പൊ മനസ്സില്ല. അന്നൊരു പൂച്ചല്ലേ അടുക്കളയിലോട്ട് പോണത്. അവൻ ഇപ്പൊ നാളെ മീൻകറി വയ്ക്കും. ഞമ്മ പറഞ്ഞില്ലാന്ന് വേണ്ട. അല്ലോ, അവന്റെ ഒരു പോക്ക് കണ്ട, ഒരു ബ്രേക്ക് ഇല്ലാണ്ട് പോയി പിടി. പൂച്ച പൂച്ച. മുട്ടയാണല്ലോ. അങ്ങനെ പല ബിസിനസ് കാണുന്നു. ഒന്ന് താനും എടുത്തോ. അല്ല, ഇതിലൊന്നും താറാവ് മുട്ടയാണല്ലോ. അതേ, ആ തെക്കേലെ പണിക്കരാശാന്റെ വീട്ടിൽ നിന്ന്. ഒന്ന് താൻ എടുത്തോ വേണമെങ്കിൽ. ഞാൻ ആ, നിന്റെ കയ്യിലുള്ള മുട്ടയെല്ലാം കൊടുത്ത് കണക്കെടുത്തേക്കോ. ഞാൻ ഇപ്പോൾ വരാം. നേരെ ഞമ്മളെ തടി നന്നാവണ്ട. നന്നാകുന്ന ലക്ഷണമൊക്കെ ഉണ്ട്. അപ്പൊ നന്നാവുമല്ലേ? നന്നാകും. അടുത്ത് തന്നെ നിങ്ങളോടൊക്കെ അമ്മ യാത്ര ചോദിക്കും. പിന്നെ ഞമ്മ ബാറഞ്ചിൽ ഒരു വരവിങ്ങാട് വരും. ഇതൊക്കെ ആണെങ്കിലും ഞമ്മളെ കതീശാൻ ഇവിടെ വിട്ടേച്ച് പോണ കാര്യം പേടിക്കണ്ട. ആ കാര്യം പേടിക്കണ്ട. അല്ല തിരുവേനി, സ്വല്പം ഇങ്ങനെ നന്നാട്ടെ. കുഞ്ഞുഞ്ഞെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? രഹസ്യമാണ്. ചോദിച്ചാട്ടെ തിരുവേനിയും. ഈ യുദ്ധം എന്ന് പറഞ്ഞാലേ, നമ്മുടെ പാണ്ഡവന്മാരും കൗരവന്മാരും 2 വശത്ത് നിന്ന് അമ്പും വില്ലും കൊണ്ടുള്ള യുദ്ധമാണോ? ഇപ്പൊ ഒരുപക്ഷെ തോക്കായിരിക്കും. അബദ്ധമായോ? കുന്തം ചോദിച്ചും പോയല്ലോ. അബദ്ധമൊന്നുമില്ലല്ലോ. ഇവിടെ തിരുവേനി, തനിക്കൊരു വിദ്യാഭ്യാസം ഇല്ലല്ലോ. ഇവിടെ ജംഗിൾ വാർഫയർ എന്ന് വെച്ചാൽ എന്തുവാണോ? ഗ്രഹിതമില്ല, പറഞ്ഞാട്ടെ. ഇവിടെ ജംഗിൾ വാർഫയർ എന്ന് വെച്ചാൽ ഒരു സിഗരറ്റ് എടുക്കാനുണ്ടോ? ചില്ലറ കഷ്ടിയാ. വേണമെന്നില്ല, വേണമെന്നില്ല. ഓഹോ, താങ്ക് യു. ഞാൻ വരുന്നു. താനെന്തോ നടോ അവിടെ നീ ബോംബിടുന്നു? അവന്മാർ കുറച്ച് വിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്കാൻ. ചവിട്ട്. അപ്പൊ ഞങ്ങൾ വേണ്ടേ? വേണ്ട. ഞാനോ? വേണ്ടേ. അപ്പൊ ഞമ്മളാ? വേണ്ട. ആണുങ്ങളെ അറിയും. ഫിലിപ്പോസ് മുതലാളി നമ്മളെ ആരെങ്കിലും വിളിച്ചോ?
കുഞ്ഞു മഹാവിദ്വാനാണ്, ജ്ഞാനിയാണ് കേട്ടോ. ഇക്ക ദേ വാപ്പൊളിക്കണേ. വിളിച്ച കല്യാണ കാര്യം പറയാനായിരിക്കും. പോട്ടെ പോയിട്ട് തിരുമേനി. ഭാഗ്യവാൻ, പ്രതിശ്രുത വരൻ. അമ്മച്ചി എനിക്ക് പേടിയാവുന്ന അമ്മച്ചി. മോൾ എന്തിനാ പേടിക്കുന്നേ? അമ്മച്ചിയല്ലയോ അടുക്കളിരിക്കുന്നേ. അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് കിടന്ന് മോൾ ഉറങ്ങിക്കും. പേടിക്കണ്ട മോളെ. ആരാത്? ആരാത്? മോനി, നിനക്കെന്തു പറ്റി? കർത്താവേ, സാറേ, റാഹേനെ, റാഹേനെ. മോനി, എനിക്കൊന്നുമില്ലമ്മേ. നിനക്കെന്ത് വേണം? നിനക്കെന്ത് പറ്റിയടാ? എനിക്ക് വെള്ളം കുടിക്കണമേ. എന്താ മോനി നിനക്ക്? എനിക്ക് കിടക്കണമേ. വാ മോനി, അകത്ത് പോയി കിടക്കാം. കിടക്ക് മോനി. നിനക്കെന്തോ പറ്റി മോനി? തങ്കത്തിനല്ലേ? എന്താ എന്ത് പറ്റി ഏട്ടത്തി? സാരമില്ല, മലമ്പനിയാ. ഇവിടെ കുരുമുള ഇരിപ്പില്ലേ, അതിട്ടപ്പം കാപ്പി തിളപ്പിച്ചേ. തീ പോലെ പൊള്ളുന്നല്ലോ. നിനക്ക് എന്തോ വേണം മോനെ? ജോലി കിട്ടിയില്ലമ്മേ, കിട്ടിയില്ല. അവിടെ വെച്ച് പണി പിടിച്ചു. എന്നെ എങ്ങനെയെങ്കിലും അവർക്ക് അവിടെ നിന്ന് തള്ളി അയച്ചാൽ മതി എന്നായി. എന്റെ കർത്താവേ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? എന്റെ ആങ്ങള അമ്മായിയാണ് പറഞ്ഞത്. അവിടെ ദീനക്കാരെ നോക്കാൻ ആരുമില്ല. ഓരോ മരണങ്ങൾ കയറി അവിടെ വന്നോളും. അവിടെ കിടന്ന് ചത്താൽ. എന്റെ മോനോട് ഇങ്ങനെ ചെയ്തല്ലോ. അങ്ങനെ ചെയ്തില്ലെങ്കിലേ അതിശിക്കാനുള്ള ഏട്ടത്തി. മനുഷ്യരൊക്കെ അങ്ങനെ ഇരിക്കും. എടാ സൈക്കിളെ, എടാ എഴുന്നേരടാ. ഈ ഉച്ചക്കിടന്നിങ്ങനെ ഉറങ്ങിയാലോടാ. നീ ഇപ്പൊ അത് പൊട്ടിക്കും. ബലൂൺ പറ്റിയ പേടിയുണ്ടാ? ബോംബ് പേടിച്ചില്ല, പിന്നെ എടാ ബലൂൺ. കുഞ്ഞുഞ്ഞെ, ആ ബോംബ് പൊട്ടി പോറ്റുമാരാരെങ്കിലും മൃതി അടഞ്ഞിട്ടുണ്ടോ? ഇതൊരാരും കണക്ക് നോക്കിയിട്ടില്ല. ആരും മൃതി അടഞ്ഞു കാണത്തില്ല. താണിയല്ല. എടാ ജപ്പാൻകാരുണ്ടല്ലോ, ജപ്പാൻകാർ ഇങ്ങനെ തോക്കെടുത്തങ്ങോട്ട് നീട്ടി. പേടിയില്ലെന്ന് പറഞ്ഞിട്ടോ? അല്ല, ബലൂൺ പൊട്ടിയാൽ പേടിയൊന്നുമില്ല. ബോംബ് പൊട്ടിട്ട് പേടിച്ചിട്ടില്ല. ബോംബ് എവിടെ കിടക്കുന്നു, ബലൂൺ എവിടെ കിടക്കുന്നു? ഞാൻ എവിടെ കിടക്കുന്നു? രാജമ്മേ, എനിക്ക് ഇവിടുന്ന് ഒരു സോപ്പ് വേണം. ഇവിടെ ആളില്ലേ? ഓ, എന്താ വേണ്ടേ? ഒരു സോപ്പ് വേണം. സോഡയല്ലേ, സോപ്പ്. അല്ല, ഞാൻ വിചാരിച്ചു സോഡയായിരുന്നു കേട്ടാ. അല്ല, ഇതിങ്ങനെ ഇതിന്റെ ആവി പോവില്ലേ? ഒരു സോപ്പിങ് തന്നെ. എന്തേ? സന്തോഷായി. ഇതിന് വില എന്താന്ന്? ഇഷ്ടമുള്ളത് തന്നാ മതി. നല്ല കച്ചവടാ. പാപ്പ ഇങ്ങ് വരട്ടെ. അല്ലേ, നമ്മൾ വിചാരിച്ചേ ആ പോയത് രണ്ടും കതീശയാണെന്ന്. തങ്കച്ചനെ കുളിപ്പിച്ചോ ചേട്ടത്തി? കുളിപ്പിച്ചു. അയ്യോ, അവന്റെ കിടപ്പ് കണ്ട് ഞാനങ്ങ് പേടിച്ചു പോയി റാഹേലെ. എങ്കിലും എന്റെ ആങ്ങളെ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. അതിന് ചേട്ടത്തിയുടെ ആങ്ങളെ മാത്രം കുറ്റം പറഞ്ഞാൽ മതി. എന്നാലും അവൻ ഇങ്ങനെ ചെയ്തല്ലോ. അവന്റെ അമ്മ മരിച്ചേ പിന്നെ ഞാനാ അവനെ വളർത്തിയത്. തങ്കച്ചന്റെ അപ്പച്ചനാ റാഹേലെ അവനെ പഠിപ്പിച്ച് ഇത്രയാക്കിയത്. അന്യന്മാരോട് ചെയ്യുന്നവരല്ലോ അവൻ ഞങ്ങളോട് ചെയ്തത്. ചേട്ടത്തി അതൊന്നും ഓർത്തു സൂക്ഷിക്കാതെ. കർത്താവ് തങ്കച്ചന് നല്ലൊരു വഴി കാണിച്ചു കൊടുക്കും. നീണ്ട കഥ, യുദ്ധവാർത്തകൾ, കവിത, മഹാകവി വെള്ളത്തോ. ചേട്ടാ, കവിത കേൾക്കണോ ചേട്ടാ? എനിക്ക് കേൾക്കണ്ട. സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ സുഖമാണ്.
അവിടെയും അപ്രകാരമെന്ന് വിശ്വസിക്കുന്നു. എന്നാ പ്രിയപ്പെട്ട തങ്കമ്മയ്ക്ക് തങ്കച്ചൻ മറുപടി അയക്കണം. കമ്പി അടിക്കാം.